സി പോരാട്ടവുമായി താൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു തീർക്കേണ്ട ചില ജോലികളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് ഈ തട്ടിപ്പിനെ തടയേണ്ടതായിരുന്നു. എന്നാൽ അവരത് ചെയ്യാത്തതിനെ തുടർന്നാണ് തനിക്കിത് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് താനിത് ചെയ്ത് തീർക്കും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കാരണം ഇതൊന്നും ചെയ്യേണ്ടത് തന്റെ കടമയല്ല, തന്റെ ജോലിയല്ല. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് താൻ ചെയ്യേണ്ടത് മറ്റു ചില കാര്യങ്ങളാണ്. അത് താൻ ചെയ്യുന്നതിനോടൊപ്പം ഇപ്പോൾ ഇതുകൂടി ചെയ്യേണ്ട ഒരു നിർബന്ധിതാവസ്ഥയിലേക്ക് രാജ്യം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് താൻ ഈ വോട്ടുകൊള്ള കൂടി രാജ്യത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടം ഇപ്പോൾ തുടരുകയും ചെയ്യുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മാധ്യമപ്രവർത്തകരും സമാനമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിനും രാഹുൽ ഗാന്ധി കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഹൈഡ്രജൻ ബോംബുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ രാഹുൽ ഗാന്ധി ഇന്ന് നടന്ന ഈ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കവും അവസാനവും രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട്, അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ്, അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഒരുക്കങ്ങൾ ആരംഭിച്ചു, അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് താൻ മാധ്യമങ്ങളെ വീണ്ടും കാണുമെന്ന് കൂടി രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. അതിനിടയിൽ ആരാണ് ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികൾ, ഇതിലെ പ്രതികൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം കൂടി രാഹുൽ ഗാന്ധിയോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. അമിത്ഷായാണോ അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ ഇതിനെല്ലാം പിന്നിലെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തും എന്നുള്ളൊരു മറുപടിയായിരുന്നു രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നൽകുകയും അതോടെ ഈ വാർത്താ സമ്മേളനം പൂർത്തിയാവുകയുമായിരുന്നു. കഴിഞ്ഞ തവണ, അതായത് 40 ദിവസം മുമ്പായിരുന്നു രാഹുൽ ഗാന്ധി ആദ്യ വാർത്താ സമ്മേളനം ഇതേ ഹാളിൽ തന്നെ നടത്തുന്നത്. അന്ന് രാജ്യം ചർച്ച ചെയ്ത വലിയ ഒരു വോട്ടുകൊള്ളയുടെ വിവരങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇന്ന് രാഹുൽ ഗാന്ധി വീണ്ടും കർണാടകയിലെ അളന്ത മണ്ഡലത്തിൽ നടന്ന വോട്ട് വെട്ടലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത്. അതിന് മൊബൈൽ നമ്പറുകൾ വ്യാപകമായി ഉപയോഗിച്ചു. അതും സംസ്ഥാനത്ത് നിന്ന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കർണാടകയിലെ അളന്ത മണ്ഡലത്തിലെ വോട്ട് വെട്ടൽ വ്യാപകമായി നടന്നത്. ആ മൊബൈൽ ഉപയോഗിക്കുന്ന ആളെ ഉൾപ്പെടെ ഇന്ന് രാഹുൽ ഗാന്ധി ഇവിടെ കൊണ്ടുവരികയും പുള്ളിയുടെ പേരിൽ നടത്തിയ വോട്ടുവെട്ടലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഇന്നിവിടെ വിവരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനായിട്ടൊരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. ആരാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്, ഈ മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്ന ആരാണ്, ഇതിന് പിന്നിൽ ആരാണ്, ആരുടെ സഹായത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണം. CID ഇതുമായി ബന്ധപ്പെട്ടുള്ള FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിരന്തരം CID ഇതിന്റെ തെളിവുകളും വിവരങ്ങളും ചോദിച്ചിട്ട് ഇന്നേ വരെ നൽകാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. അത് എത്രയും വേഗം നൽകണം. രാഹുൽ ഗാന്ധി അവസാനം പറഞ്ഞ ഒരു കാര്യം, ഒരാഴ്ചക്കുള്ളിൽ CID ചോദിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. നിരവധി പരാതികൾ CIDയുടെ മുന്നിലുണ്ട്. അതനുസരിച്ച് അവർ FIRകൾ രജിസ്റ്റർ ചെയ്യുകയും കമ്മീഷനോട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ആദ്യം കർണാടകയിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് തേടിയത്. എന്നാൽ അവർ അതിനുശേഷം അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറുകയും രേഖകൾ ചോദിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ എവിടങ്ങളിൽ നിന്നും ഒരിടത്തു നിന്ന് പോലും CIDക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട്